ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ. കൊളോണിയൽ ചരിത്രകാരന്മാരുടെയും നാഷണലിസ്റ്റ് ചരിത്രകാരന്മാരുടെയും രചനകളുടെ പോരായ്മകളും വൈകല്യങ്ങളും നികത്തിക്കൊണ്ട് വസ്തുനിഷ്ഠമായ ഒരു ചരിത്ര രചനയായിരുന്നു മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ ലക്ഷ്യം. മാർക്സിന്റെ ഭൗതികവാദ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഒരു വിശകലന രീതിയാണ് ഇവർ സ്വീകരിച്ചത്. നാഷണലിസ്റ്റ് ചരിത്രകാരന്മാർ ചരിത്രരചനയിൽ ഉന്നതവർഗക്കാരുടെയും കുറച്ച് മഹാന്മാരുടെയും പങ്കിന് ആവശ്യത്തിലധികം ഊന്നൽ കൊടുക്കുകയും കർഷകരുടെയും തൊഴിലാളികളുടെയും പങ്കിനെ കണ്ടില്ലെന്ന് നടിക്കുകയുമാണ് എന്ന് മാർക്സിസ്റ്റുകളും സബാൾട്ടേൺ സ്കൂളും പരാതിപ്പെടുന്നു. അതിനാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ചരിത്രം എഴുതാൻ അവർ മുമ്പോട്ട് വന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അൾത്താരയിൽ ബലി അർപ്പിച്ചത് ഗാന്ധി മാത്രമല്ല, ആയിരക്കണക്കിന് യുവാക്കൾക്ക് ജീവഹാനി സംഭവിച്ചു. അവരെ പറ്റിയുള്ള ചരിത്രമുണ്ടാവണം. ചരിത്രമില്ലാത്തവരെ ചരിത്രത്തിൽ പുനരധിവസിപ്പിക്കുകയായിരുന്നു സബാൾട്ടേൺ ലക്ഷ്യം. ഈ പുതിയ സമീപനത്തിന്റെ ഫലമായി നിരവധി ഗ്രന്ഥങ്ങൾ പുറത്തുവന്നു. വിപാൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ NCERTയ്ക്കു വേണ്ടി എഴുതിയതാണെങ്കിലും ആധുനിക ഇന്ത്യ ചരിത്ര പഠനത്തിന് ഉതകുന്ന ഗ്രന്ഥമാണ്. RP ഡട്ടിന്റെ ഇന്ത്യ ടുഡേ, MN റോയിയുടെ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, AR ദേശായിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നിവ മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ രചിക്കപ്പെട്ടവയാണ്. V പൗലോവിന്റെ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, A ലെവ്കോവിസ്കിയുടെ ക്യാപിറ്റലിസം ഇൻ ഇന്ത്യ എന്നിവ ഇന്ത്യയുടെ സാമ്പത്തിക വികസന ചരിത്രമാണ്. റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ, നാഷണലിസം ആൻഡ് കൊളോണിയലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്നീ ഗ്രന്ഥങ്ങളിൽ വിപാൻ ചന്ദ്ര ദേശീയ നേതാക്കന്മാരോട് സഹതാപം പ്രകടിപ്പിക്കുന്നു. KN പണിക്കരുടെ പെസന്റ് റിവോൾട്ട്സ് ഇൻ മലബാർ ഇൻ 19th and 20th centuries, AR ദേശായിയുടെ പെസന്റ് സ്ട്രഗിൾസ്, A ഗുഹയുടെ പ്ലാന്റർ രാജ് ടു സ്വരാജ് എന്നിവയിൽ മാപ്പിള ലഹളയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വർഗീയവാദത്തെക്കുറിച്ച് എഴുതിയതാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സ്. G അധികാരിയുടെ ഡോക്യുമെന്റ്സ്, C ഖൈലേന്റെ കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ 1919, 24 എന്നിവയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ വളർച്ച ചിത്രീകരിക്കുന്നു. NG രംഗയുടെ റെവല്യൂഷണറി പെസൻസ്, EMS നമ്പൂതിരിപ്പാടിന്റെ ഹൗ ഐ ബിക്കെയിം എ കമ്മ്യൂണിസ്റ്റ്, AK ഗോപാലിന്റെ ഇൻ ദ കോസ് ഓഫ് ദി പീപ്പിൾ, സബോധ് റോയിയുടെ കമ്മ്യൂണിസം ഇൻ ഇന്ത്യ എന്നിവ ഇടത് വലത് രാഷ്ട്രീയ ദർശനങ്ങളുടെ സംഘട്ടനത്തെപ്പറ്റി വിവരിക്കുന്നു. DD കൊസാംബി രചിച്ച ദ ബോർജിയോസി കംസ് ഓഫ് ഏജ് ഇൻ ഇന്ത്യ ലോകമഹായുദ്ധത്തിന്റെ അവസാന കാലത്തെക്കുറിച്ച് പറയുന്നു. സുനിൽ സെൻ രചിച്ച അഗ്രിഗേറിയൻ സ്ട്രഗിൾ ഇൻ ബംഗാൾ 1946-47, P സുന്ദരയ്യയുടെ തെലങ്കാന പീപ്പിൾസ് സ്ട്രഗിൾ ആൻഡ് ഇറ്റ്സ് ലെസൺസ്, KC ജോർജിന്റെ ഇമ്മോർട്ടൽ പുന്നപ്പര, വയലാർ എന്നിവയിൽ ജനകീയ സമരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. PC ജോഷിയുടെ ഫോർ ദ ഫൈനൽ ബിഡ് ഫോർ പവർ കമ്മ്യൂണിസ്റ്റുകളുടെ തന്ത്രങ്ങൾ വിസ്തരിക്കുന്നു. സബാൾട്ടേൺ ചരിത്രകാരന്മാർ. താഴത്തെ തട്ടിലുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചരിത്രം എഴുതുന്ന രീതിയാണ് സബാൾട്ടേൺ സമീപനം. അവശന്മാരുടെയും ആലംബഹീനരുടെയും പങ്കിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇവർ ഉയർന്ന വർഗക്കാരെയും മഹാന്മാരെയും പാടെ മറക്കുന്നില്ല. ഇരുകൂട്ടർക്കും ഒരുപോലെ പ്രസക്തി കൽപ്പിക്കുകയാണ് സബാൾട്ടേൺ സ്റ്റഡീസിന്റെ ഉദ്ദേശം. റാനജിത് ഗുഹ സബാൾട്ടേൺ സ്റ്റഡീസ് വോളിയം 1 എഴുതിയ റൈറ്റിംഗ് ഓൺ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി ഇത്തരമൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. AR ദേശായിയുടെ പെസന്റ് സ്ട്രഗിൾ ഇൻ ഇന്ത്യ കർഷക സമരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സുമിത് സർക്കാരിന്റെ മോഡേൺ ഇന്ത്യ 1885-1947 സബാൾട്ടേൺ സമീപനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബെർണാർഡ് കോഹൻ രചിച്ച സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ഇന്ത്യൻ റൂറൽ സൊസൈറ്റി ഉത്തർപ്രദേശിലെ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു.
രവീന്ദർ കുമാറിന്റെ റൈസ് ഓഫ് റിച്ച് പെസൻസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ ബോംബെയിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പരാമർശിക്കുന്നു. കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെക്കുറിച്ച് പറയാനാണ് ഷാഹിദ് അമീൻ തന്റെ പെസൻസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഇൻ നോർത്തേൺ ഇന്ത്യയിൽ ശ്രമിക്കുന്നത്. കാത്ലിയേൻ ഗഫ് തന്റെ ഇന്ത്യൻ പെസന്റ് അപ്രസിംഗ്സിൽ ഗ്രാമീണ വിപ്ലവങ്ങൾ വിവരിക്കുന്നു. കെ എസ് സിംഗിന്റെ കൊളോണിയൽ ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി ട്രിബൽ സൊസൈറ്റി ഇൻ മിഡിൽ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ബ്രിട്ടീഷുകാർ ഗിരിവർഗക്കാരുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിത്തറ ഇളക്കിയ കഥ വിവരിക്കുന്നു. ഡേവിഡ് അർണോൾഡിന്റെ റെബല്യസ് ഹിൽമാൻ, ഇ ഹോബ്സ്ബോന്റെ പ്രിമിറ്റീവ് റെബൽസ്, അദ്ദേഹത്തിന്റെ തന്നെ ബാൻഡിറ്റ്സ് എന്നിവയും ഗിരിവർഗക്കാരുടെ പ്രശ്നങ്ങൾ നിരത്തുന്നു. ഡി എൻ ധനാഗ്രയുടെ അഗ്രിഗേറിയൻ കോൺഫ്ലിക്റ്റ്, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, മാപ്പിള ലഹളയെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ്. ദിബേഷ് ചക്രവർത്തിയുടെ കൊമേഴ്സ്യൽ റൈറ്റ്സ് ആൻഡ് ലേബർ, വർഗീയ ലഹളകളെക്കുറിച്ച് പറയുന്നു. ഗ്യാൻ പാണ്ഡെയുടെ റാലിയിങ് റൗണ്ട് ദ കൗ, ഗോസംരക്ഷണ പ്രസ്ഥാനത്തെപ്പറ്റി വിവരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ സുബാൾട്ടേൺ സ്റ്റഡീസ് ഐയിലെ സെക്ടറേറിയൻ സ്ട്രിഫ് പറയുന്നത് ഷഹബാദ് ലഹളയെക്കുറിച്ചാണ്. ഗ്യാൻ പാണ്ഡെ രചിച്ച അസെൻഡൻസിയിൽ ബീഹാറിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നു. സുമിത് സർക്കാരിന്റെ പോപ്പുലർ മൂവ്മെന്റ്സ്, നാഷണൽ ലീഡർഷിപ്പ്, കമ്മിങ് ഓഫ് ഫ്രീഡം വിത്ത് പാർട്ടീഷൻ എന്നീ 2 ഗ്രന്ഥങ്ങളും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമല്ല. ചരിത്രകാരന് എന്നും പ്രിയപ്പെട്ട വിഷയമാണിത്. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കൗൺസിൽ ടുവാർഡ്സ് ഫ്രീഡം എന്ന ബൃഹത് ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ്. ഇനിയും എത്രയോ സ്വാതന്ത്ര്യ സമര ചരിത്ര ഗ്രന്ഥങ്ങൾ പുറത്തു വരാനിരിക്കുന്നു.